ഹലോ ഗൈസ്, ആൽമി ഹായ്, ഇറ്റ്സ് മീ നസാൻ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ, അപ്പോൾ ഞാനിപ്പോൾ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മീൻകുഴി ആകെ ലീക്കായതൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എല്ലാം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ മീനുകളുടെ അവസ്ഥയും എല്ലാം പറഞ്ഞുകൊണ്ട് നമുക്ക് കാണിച്ചു തരാം. നമുക്ക് ഫുൾ സെറ്റാക്കാം. ഇപ്പോൾ നമ്മളെ മീൻകുഴി ഇരിക്കുന്ന ആ ഒരു ഭാഗത്താണ്. പക്ഷേ ഇപ്പോൾ മീനുകളെ മൊത്തം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീൻകുഴിത്തെ വെള്ളം കുറച്ചും കൂടി ഉണ്ടായിരുന്നു, ഈ ഒരു ലെവലിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതും കൊണ്ട് തുറന്നിട്ടുണ്ട്. ഇവിടെ നല്ല രീതിയിൽ വെള്ളം ചാടുന്നുണ്ട്. ഇതില്ല നല്ല ഫോഴ്സിലായിരുന്നു ചാടിയത്. ഇപ്പോൾ ഇവിടെ ആകെ നനഞ്ഞൊക്കെ എടുക്കുകയാണ്. അവിടുന്ന് ആ ഫോഴ്സ് കൊണ്ട് ചാടുന്നതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ഇതായിക്കണം, നല്ല രീതിയിലൊരു കുയ്യായിട്ടുണ്ട്. പിന്നെ ഇവിടെയുള്ള ചെടികൾക്കൊക്കെ നല്ല വളമ ഉണ്ടാവും. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ ആകെ അലങ്കോലായി കിടക്കട്ടോ, നോക്കണ്ട. ഇനി നമുക്ക് നേരെ പോയിട്ട് നമ്മളെ മീനാളെ നോക്കാം. മീനാളിപ്പോൾ ഇന്ന് ഞാൻ വെള്ളം മാറ്റി കൊടുത്തതാണ്, അതാണ് കപ്പൊക്കെ ഇവിടെ ഇരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ സംഭവം വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ മീനാൾക്ക് ചാടി പോകേണ്ട വെച്ചിട്ടാണ്. നമ്മൾ ആൽബിനോ പാക്ക് കൂടെ കിടക്കുന്നുണ്ട്. സിലോപ്പിന് ഫുള്ള് പിന്നെ അതിന് ഞാൻ പിടിച്ചെടുത്ത്. പിന്നെ പുലിവാഹ ഇതാക്കണ്, ഇന്നാക്കണ്, ഒന്നിതാ. ഇപ്പോൾ നമ്മൾ പുലിവാഹനെ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ കളറ് കയറുന്നുണ്ട്. ഇപ്പോൾ വീഡിയോയിൽ കറക്റ്റ് ആവണില്ല, പക്ഷേ ഈ ഒരു തലക്കിരിക്കുന്ന ഈ ഒരു മുതൽ ഓൻ്റെ ഇത് കറക്റ്റ് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. കാരണം അത്രയും നല്ലോണം കളറ് കയറിക്കണോ, കണ്ടില്ലേ? ഒരു ബ്ലാക്ക് സ്പോട്ട് നല്ല രീതിയിൽ കാണുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ അന്ന് ലാസ്റ്റ് വേടിയിട്ടില്ലാറ നല്ലമ്പോർക്ക് കയറിയിട്ടുണ്ട് കളറ്. ഇനിയിപ്പോൾ ഞാൻ അതിൻ്റെ മുകളിലത്തെ ഇതൊക്കെ കാണിച്ചു തരാൻ അറിഞ്ഞാണ്ട് നമുക്ക് അടുത്തായിട്ട് നോക്കാം. അടുത്ത് കാണിച്ചു തരാം. ഇതിപ്പോൾ ഇന്ന് വെള്ളം മാറ്റി കൊടുത്തതാണ്. നല്ല രീതിയിൽ തന്നെ ഫുഡ് എടുക്കുന്നുണ്ട് കേട്ടോ. ആൽബിനോ ഭാഗമൊക്കെ സെറ്റാണ്. പിന്നെ ഫുഡ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് നമ്മളെ മത്തി അതുപോലെ തന്നെ ചെമ്മീനാണ്. ഇത് രണ്ടും നമ്മൾ പീസാക്കി ഇട്ട് കൊടുക്കലാണ്. അതാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കൽ. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കളർ കയറുന്നുണ്ട്. സിലോപ്പിയൊക്കെ ഇതിന് വേസ്റ്റ് നിന്നിട്ടാണെങ്കിലും നല്ല രീതിയിൽ വലുതാവുന്നുണ്ട് കേട്ടോ. കാരണം ഞാനിപ്പോൾ ഇതിൽ 3 മാത്രമേ ഇതിന് പിടിച്ചിട്ടിട്ടുള്ളായിരുന്നു. അപ്പോൾ ബാക്കിയുള്ളതിനും കൂടി ഇന്ന് ഞാൻ പിടിച്ചിട്ട് കോണിയൊക്കെ അങ്ങോട്ട് വെച്ചിട്ട് പിടിച്ചിട്ടു. എന്നിട്ട് ഇപ്പോൾ വെള്ളം ഞാൻ തുറന്നിട്ടതാണ്. ഇനി നമുക്ക് വറ്റിച്ചതിന് ശേഷം കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്, അതൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ഇനി നമുക്ക് നേരെ അതിൻ്റെ മുകളിലോട്ടാണ് കയറാം. ഇപ്പോൾ നമ്മൾ ഇതിന് മുകളിലോട്ട് കയറുകയാണ്. ഒരു കുത്തമ്പീനൊക്കെ കയറി പോകണമായിട്ടുള്ള ഫീലേ കയറണം. അത്യാവശ്യം നല്ല ഹൈറ്റിൽ തന്നെയാണ് ഇരിക്കണേ. കയറുന്നതിന് മുമ്പ് ഇവിടെ തനിച്ച് കൂടുണ്ട്. അല്ലാതെ കളിച്ചിട്ടുണ്ടെങ്കിൽ കുത്തി കിട്ടുമെന്നില്ല, മേത്ത് താണ്ട് ആകെ ഇതായി കിടക്കും. ഇപ്പം മറ്റേ തേനീച്ചാണ്, ചെറുതേനീച്ചാണ്, അതുകൊണ്ട് സീനില്ല വലിയ. ഇതോടൊപ്പം നമ്മുടെ മീൻകുഴിൻ്റെ അവസ്ഥ വരുന്നത് ഇപ്പോൾ ഓൾമോസ്റ്റ് വെള്ളം നമ്മൾ വറ്റിച്ചിട്ടുണ്ട്. വലയൊക്കെ ഇന്നിപ്പോൾ ഞാൻ മീനിനെ പിടിച്ചാൽ വേണ്ടി ഇട്ടായിരുന്നു കേട്ടോ. നമ്മളെ ഫിൽറ്ററിൻ്റെ പൈപ്പാണ് എടുക്കുന്നത്, ഞാൻ ഊരിട്ടു. പിന്നെ ഇതാണിപ്പോൾ നമ്മളെ ഫിൽറ്ററിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ, കണ്ടില്ലേ? പൈപ്പ് ആകെ മടങ്ങി കിടക്കുകയാണ്. വെള്ളം നമ്മൾ തുറന്നിട്ടിട്ടുണ്ട്. കാരണം നമ്മൾ ഇനി ഇതിൽ നന്നാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡോക്ടർ ഫിക്സിറ്റ് അടിക്കാന്നുള്ളൊരു പ്ലാനാണ് ഇപ്പം എനിക്കുള്ളത്. പിന്നെ ഈ സൈഡിൽ കൂടെ പോകണമെങ്കിൽ വേറെ ഒന്നും നമ്മൾ ഊരിട്ടിട്ടില്ല, അവിടെ നമ്മൾ ഊരിട്ടിന്ന്. പിന്നെ നമ്മളെ ഫിൽറ്ററിൻ്റെ മോട്ടറൊക്കെ നമ്മളിവിടെ അയച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. മറ്റേ ഇനിയിപ്പോൾ വെള്ളത്തിൽ നിന്ന് കേടണ്ടാച്ചിട്ടാണ് നമ്മൾ അയച്ചു വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാണുന്ന മാർക്ക് വരെ ഇത്രയും ദിവസം ഇന്ന് വരെ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ, അത്ര നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ വര ഉണ്ടല്ലോ, ഈ വരൻ്റെ അത്രയും നമ്മൾ വെള്ളം നിർത്തിയിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ കുറഞ്ഞിട്ട് ആ ഒരു ഭാഗം ഫുള്ള് വെള്ളത്തിൽ നിന്നിരുന്നുണ്ടോ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിൽ വെള്ളം നല്ല ഒഴിവാക്കി കൊടുത്തത്. ഇപ്പോൾ ഈ സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ പൊളിഞ്ഞ മാതിരി കാണുന്നുണ്ട്. നമുക്ക് ഡോക്ടർ ഫിക്സിറ്റൊക്കെ അടിച്ചിട്ട് റെഡിയാക്കാം. എന്നിട്ട് റെഡി ആയിട്ടില്ലെങ്കിൽ ഇവിടെ വീട് തേക്കാൻ വേണ്ടിയിട്ട് പണിക്കാർ വരുമ്പോൾ അവരെ കൊണ്ടൊന്ന് തേപ്പിക്കുക എന്നുള്ളൊരു ഇതാണ് എനിക്കിപ്പോൾ ഉള്ളത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആക്കത്തിനുള്ളൂ. കാരണം പൈസ അധികം ചിലവാകാനും പാടില്ല. നമ്മളല്ലാതെ തന്നെ കുറച്ച് പൈസ നമുക്ക് ചിലവാക്കിയിരിക്കണം. അപ്പോൾ ഇനി അധികം ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ പക്കൊരു ഒരുമായി ആവും. ഇനി ഈ വെള്ളം മൊത്തം പോയതിന് ശേഷം ഇന്ന് പോയിക്കാണ്ട് നമ്മളെ ഡോക്ടർ ഫിക്സിറ്റൊക്കെ കൊണ്ടുവരണം. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ ആ ഫ്രിഡ്ജിക്ക് മീനാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൻ്റെ അടി മൊത്തം പൊട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഫ്രിഡ്ജിക്ക് മീനാക്കാനും പറ്റില്ല. അങ്ങനെ ഓരോ പരിപാടികളാണ് ഇപ്പോൾ. പിന്നെ അടിയിൽ വെച്ചിട്ട് മീനുകൾ ചാടി പോകാൻ തന്നെ ഉള്ളൂ, വേറെ സീനൊന്നുമില്ല. പൂച്ചയൊക്കെ ഉണ്ട്, പക്ഷേ പൂച്ചയൊന്നും അതിനെ തൊടൂല. കാരണം തൊട്ടിട്ടുണ്ടെങ്കിൽ ഒന്നാമത് മീനുകളൊക്കെ ചെറുതായിട്ടൊരു അഗ്രസീവ്നെസ് ഉണ്ട്, പിന്നെ അതുകൊണ്ട് തൊടില്ല. പിന്നെ ആ ഒരു ഭാഗത്തായിട്ട് നല്ല കാടാണ് വരുന്നത്, അതുകൊണ്ട് വലിയ സീനൊന്നുമില്ല. രാത്രി മീനിനെ പിടിച്ചുകൊണ്ടുപോകാനൊന്നും വരുന്ന ഇതൊന്നും കാണുന്നില്ല. ഇനിയിപ്പോൾ കാണുകയാണെങ്കിൽ തന്നെ നമുക്ക് അതിനുള്ള എന്തെങ്കിലും നടപടി എടുക്കേണ്ടി വരും. വാട്ടർ പ്രൂഫ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറഞ്ഞുതരാം. കാരണം നമ്മളിപ്പോൾ യൂട്യൂബ് നോക്കിയിട്ട് ആകെ കിട്ടി മറ്റേ ഡോക്ടർ ഫിക്സിറ്റും സിമെൻറ്റും കൂടി ഒക്കെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടിക്കുക എന്നുള്ളതാണ്. നമുക്ക് എങ്ങനെയായാലും ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കിയിട്ട് ബലമില്ലെങ്കിൽ നമുക്ക് പണിക്കാരെ കൊണ്ടൊന്നും കൂടി തേപ്പിക്കാം. പക്ഷെ എനിക്കിപ്പോൾ ഞാൻ പറയാൻ കാരണം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നല്ല കട്ടിയിൽ തന്നെ നമ്മൾ തേച്ചിട്ടുണ്ട്.
എന്നിട്ട് ഇനി ഒന്നും കൂടി തേക്കുമ്പോൾ എത്ര കട്ടിയാവും എന്നുള്ളൊരു ഇതും കൂടി ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ തേപ്പാണ്, അതുകൊണ്ടാണ് വലിയ ഇതില്ലാത്തത്. എന്നാലും 2 സൈഡ് നല്ലപോലെ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആ ഒരു സൈഡാണ് ലീക്കേജ് കാണിക്കണത്. നമുക്ക് നല്ലോണം അടിച്ചു കൊടുക്കാം, മറ്റേ റോളർ വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ. ഇവിടുത്തെ ഫുള്ള് വെള്ളം വറ്റിച്ചതിന് ശേഷം ഡോക്ടർ ഫിക്സിറ്റ് അടിക്കണം. ആ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, എന്നെ കഴിയുന്നിടത്തോളം ഞാൻ അപ്ലോഡ് ചെയ്യും. പിന്നെ എന്താ കാര്യമായിട്ടൊന്നുമില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഏകദേശം ഇത്രയുള്ളൂ. അടുത്ത വീഡിയോയുമായി വരുന്നവരേക്കും സൈനിങ് ഔട്ട്.